വരുമോ നിൻ തിങ്കളേ തിങ്കളേ എന്താ മാഡം? എന്തു പറ്റി? എന്താ പറ്റിയത്? അയാൾ ആരാ? പറ മാഡം. അയാൾ അമ്പിയുടെ ആളാ. എന്നെ കൊല്ലാൻ വന്നത്. ഹലോ, പോലീസ് സ്റ്റേഷൻ. So dance, while I put you in a trance. Hey, hey, so dance, while I put you in a trance. Hey, 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 1, 2, 3, 4. Hey, 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 1, 2, 3, 4. Hey, hey, hey. റീത്ത, നിക്ക്. റീത്ത, നിക്ക്. റീത്ത, റീത്ത. വേഗം എടുക്കാനുള്ളൊക്കെ എടുക്ക്. എന്തിനാണെന്നോ? എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? വാ. ഏത് നിമിഷം ആ കൊലയാളി വീണ്ടും വരാം. ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനിയും ദൈവം കാത്തു സംരക്ഷിക്കണമെന്നില്ല. പിന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറിയേ പറ്റൂ. നമ്മൾ എവിടെ പോകും? അതിനൊക്കെ പോംവഴിയുണ്ട്. My God. വാ, വാതിൽ തുറക്കണ്ട. നമുക്ക് പിൻവാതിലൂടെ രക്ഷപ്പെടാം. പേടിക്കല്ലേ, ചിന്തിച്ചിരിക്കാൻ സമയമില്ല. വാ. വേം വാ. ഇങ്ങോട്ട്. ആ താളുണ്ട്, രക്ഷപ്പെടാൻ അനുവദിക്കരുത് സർ. Come on. Search. ഓട്.
നീയൊക്കെ എന്താടാ കരുതിയത്? ഈ സത്യഭാമ വെറൊരു എലുമ്പി പോലീസാണെന്നോ? അല്ലടാ, മുട്ടനാടിന്റെ ചങ്കല് ചോര വന്ന എന്റെ തന്ത എന്നെ വളർത്തി വലുതാക്കി. നിന്റെയൊക്കെ കൂൺ പിടിച്ച് കലക്കാൻ സത്യഭാമയ്ക്ക് ഒരു നിമിഷം മതി. മേഡത്തിനെ കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ട്. ഏത് മറ്റുമാരാ? ഹെവമാർക്ക് വക്കാലത്ത് കൊണ്ട് വന്നായിരിക്കും അല്ലേ? അല്ല, മേഡത്തിന്റെ ബ്രദറും ഭാര്യ. पुलिस को दो। സബ് കളക്ടർ സാറിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഇവിടെ എന്താണാവോ കാര്യം? എന്റെ സത്യഭാമ, നീ പഴയതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലേ? എന്നും ഇങ്ങനെ വാശി മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ? എല്ലാം മറക്കു പൊന്നെ. എങ്ങനെ മറക്കും? ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയതിന് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചവരല്ലേ നിങ്ങൾ രണ്ടാളും? സത്യഭാമ, പഴയ കഥകളൊന്നും ഓർമ്മിപ്പിക്കാനല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ വല്ലാത്തൊരു നരകത്തിലാ. ഞങ്ങളെ രക്ഷിക്കണം. രക്ഷിക്കാനോ? അതും വെറും ഒരു പോലീസുകാരിയായി ഞാനോ? സബ് കളക്ടർ സേതുശേഖരൻ തമ്പിയുടെ തള്ളയ്ക്കും തന്തയ്ക്കും എന്നെ കൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാ? സബ് കളക്ടർ, അവന്റെ പേരിനി ഉച്ചരിക്കരുത്. അവനും അവന്റെ ഒരു മറ്റവളും ചേർന്ന് ഞങ്ങളെ അടിച്ചു പുറത്താക്കി. എന്റെ സത്യഭാമേ, അവൾ ആള് ജഗജില്ല. അവളെ ഒതുക്കണമെങ്കിൽ കില്ലാടിയായ കളരിയഭ്യാസി കൂടിയായ സത്യഭാമയ്ക്ക് മാത്രമേ അതിന് കഴിയൂ. ഞങ്ങളെ കൈവിടരുത് മോളെ. സത്യഭാമ കൈവിട്ട സത്യമായിട്ടും ഞങ്ങൾ വല്ല തീവണ്ടിക്ക് നിലവെച്ച് മരി. മതി. രക്തബന്ധങ്ങൾക്ക് എന്നും വില കൽപ്പിക്കുന്നവളാ സത്യഭാമ. എന്റെ കൂടെ പറപ്പിന് ആപത്ത് വന്ന ഈ സത്യഭാമ എവിടെ ഉണ്ടാവും? പറയൂ ചേട്ടാ, ആരാ ഈ അഹങ്കാരിയായ അവൾ? അഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്നെ വെല്ലുന്ന സൈസാണല്ലോ എന്റെ നാത്തൂൻ വിമലാംബിക. വിമലാംബികയെ ഇച്ഛ ഇഞ്ഞ വരപ്പിക്കണമെങ്കിൽ അവൾ ആള് ചില്ലറക്കാരിയല്ല. പറ, ആരവൾ? ദേവിക. ഊരും പേരും അറിയില്ല. പക്ഷേ പച്ച കാന്താരിയാ. തൊട്ടാ എരിഞ്ഞു ചാകും. അവളെ ഞെട്ടോടെ പിഴുതെടുത്ത് കടിച്ചു തുപ്പാൻ ഈ ഭൂമുഖത്ത് സത്യഭാമയ്ക്ക് മാത്രമേ കഴിയൂ. അതെ, ഞങ്ങളെ സഹായിക്കണം. കൈവിടരുത്. ശ്രീമംഗലം എന്ന കൊട്ടാരത്തിലെ റാണിയായിരുന്ന എന്നെ അവൾ സ്ഥാനഭ്രഷ്ടയാക്കി. ഇന്നിവിടുത്തെ അറപ്പുര രാജ്ഞി അവളാ. ആ കോട്ടയിൽ ഇടിച്ചു കയറി അവളെ എതിർത്ത് തോൽപ്പിച്ച് എന്റെ കിരീടവും എന്റെ സിംഹാസനവും വീണ്ടെടുത്തു തരണം. ശരി. വിമലെ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. എടി ദേവിയെ, ഇറങ്ങി വാടി. ഗേറ്റ് തുറക്കടി മൂദേവി. എന്നാടി നത്തെ തുറച്ചു നോക്കിക്കുന്നു? ഇറങ്ങി വാടി. എന്നാടി, ഒന്ന് വേഗം ഇറങ്ങി വാ. സൗകര്യമില്ല. നീ കൂടുതൽ നകളിക്കണ്ട. നിന്നെ കാണാനും ഒരു പാഠം പഠിപ്പിക്കാനും ഞങ്ങൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യഭാമ. മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിച്ച് വളർന്നവളാ. കളരിമുറകൾ 19 അറിയാവുന്ന സകലകല അഭ്യാസം.
മര്യാദയ്ക്ക് തുറക്കടി രാക്ഷസി. ഓഹോ, ദേവികയെ അങ്കത്തട്ടിൽ നേരിടാൻ ഒത്ത ഒരു ഉണ്ണിയാർച്ചയും കൊണ്ട് ആ വരവ് അല്ലേ? എന്നാ കേട്ടോ, ഗേറ്റേ തുറക്കില്ല. ഒരൊറ്റ എണ്ണ ഇതിനകത്തോട്ട് കാലെടുത്ത് കുത്തില്ല. ചോണയുള്ള കളരിക്കാരിയെ ഒന്നിങ്ങോട്ട് വന്നാട്ടെ. കാണിച്ചു തരാൻ ഞാൻ. നീയാണ് സത്യഭാമ. അടുക്കരുതെന്നാ പറഞ്ഞ കുത്തു. നിന്റെ കളി എന്ത് കാത്തു തരണം. സത്യഭാമാക്കി ഇപ്പൊ വീര്യൊക്കെ എവിടെ പോയി? നിന്നെ പോലെ വേഗം ഞാൻ കണ്ടിട്ടുണ്ടേ. നീ എന്റെ ആങ്ങളും ചേച്ചിയൊക്കെ ഉപദ്രവിക്കും. ഉപദ്രവിക്കും എടി കൊല്ലുന്നില്ല ഞാൻ. നിനക്കെന്നെ അറിഞ്ഞൂടാ. എങ്ങനെ ഉണ്ടടി എന്റെ കുഞ്ഞനിയത്തി? പറടി, സത്യത്തിൽ നീ ആരാ? നിന്റെ ശരിക്കുള്ള പേരെന്താ? നിന്റെ നാട് വീട് എവിടെയടി? എന്തിന് വേഷം കെട്ടി ശ്രീമംഗലത്ത് കയറി പറ്റിയെന്നോട് ചോദിക്കേണ്ട സത്യഭാമേ. എന്താടി നിന്റെ നാം ഇറങ്ങിപ്പോയോ? പറയടി, പറയാൻ. നിന്നേക്കാൾ വലിയ വിളഞ്ഞ വിത്തുകളെ മര്യാദ പഠിപ്പിച്ചിട്ടുള്ളവളാ ഈ ASI സത്യഭാമ. മുട്ടനാടിന്റെ ചുടിചോര കുടിച്ചത് വെറുതെ അല്ലടി. നിന്നെപ്പോലുള്ള പെരും കള്ളികളുടെ കോശേരി ഇടിച്ച് പൊടിക്കാനാ. നിന്നെ എടി, എന്റെ മകനെ ഞാൻ കളരി പഠിപ്പിക്കുന്നത് നിന്നെപ്പോലെ മേക്കറത്തുള്ള കള്ളികളെ കിട്ടുമ്പോഴാ. ഇവൻ ഇടിച്ചു പഠിക്കാൻ പറ്റിയ ഉരുപ്പടിയാ നീ. പറ, ആരാ നീ? സത്യം പറഞ്ഞാൽ നിന്റെ തടി കേടാവാതെ ഇവിടുന്ന് പോ. വലിയ രാജകുമാരിയാണത്രേ, 1000 കോടിക്ക് അധിപ. ഇവിടെ വലിയൊരു പെട്ടിയിരിപ്പുണ്ട്. സത്യഭാമേ, ഇവൾ അങ്ങനെയൊന്നും പറയുമെന്ന് തോന്നുന്നില്ല. ആ പെട്ടി പൊട്ടിച്ചു നോക്കി എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും. തുറക്ക്, അതിലെന്ത് നിധിയാണെന്ന് അറിയട്ടെ. ഇതാണോടി നിന്റെ കോടികളുടെ രേഖകൾ? എന്തായാലും നീ ഇപ്പൊ പോണ്ട. നീ എന്റെ തമ്പിയാങ്ങളെയും നാത്തൂനെയും കുറെ പീഡിപ്പിച്ചതല്ലേ? അതിനൊക്കെ ചിലത് പകരം തരാൻ ഞാൻ. നാണമില്ലടാ നിനക്ക്? ഒരു സബ് കളക്ടർ. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾ. അവൾ ആരാണെന്നോ എവിടുത്തുകാരിയാണെന്നോ നോക്കാതെ വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മയച്ഛനെയും അടിച്ചു പുറത്താക്കി അവളെ പൂജിച്ച് കഴിയുന്നു. പെൺകോന്തൻ.